ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ മാസം സ്റ്റാർട്ട് ചെയ്തത് പ്രൈസ് ഒന്ന് പ്രീവിയസ് മന്തിൻ്റെ ലോ എടുത്തിട്ട് പ്രൈസ് ഒന്ന് കയറി വന്നു. അത് നല്ല പ്രീവിയസ് മന്തിൻ്റെ ലോ, പക്ഷേ പ്രീവിയസ് മന്ത് ഒരു ബിയറിഷ് ക്യാൻഡിലാണെന്നാലും ഒരുവിധം ലിക്വിഡിറ്റിയെ കിട്ടിയ ആ റിയാക്ഷനൊക്കെ നമ്മൾ കണ്ടു അല്ലേ. നമുക്ക് നേരെ വീക്കിലേക്ക് പോകാൻ. കഴിഞ്ഞ ആഴ്ച എന്താ നടന്നതെന്നാൽ ആദ്യത്തെ ആഴ്ച പ്രൈസ് ഒന്ന് ബിയറിഷിലേക്ക് പോയ ശേഷം അതിൻ്റെ ലിക്വിഡിറ്റി എടുത്ത് പ്രൈസ് തിരിച്ച് കയറി വന്നതാണ് നമ്മൾ കാണുന്നത്. പ്രൈസ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാഴ്ചയൊക്കെ ന്യൂസൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗോൾഡിന് പോസിറ്റീവ് ആയിരുന്നു, അതുകൊണ്ട് തന്നെയാണ് കയറി. പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഒരു സൈഡ് വേ ട്രെൻഡ് ആണെങ്കിൽ, ഒരു കൺസൾട്ടേഷൻ മാർക്കറ്റാണ് വരികയാണെങ്കിൽ ആദ്യമൊക്കെ പ്രൈസ് മാർക്കറ്റിൽ എന്ത് ചെയ്യും, നല്ല നല്ല എൻട്രികളൊക്കെ നമുക്ക് തരും. അതായത് ഒരു ഹൈ എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് താഴേക്ക് വരും, ലോ എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് മുകളിലേക്ക് വരും. ഇങ്ങനെ നമുക്ക് പല ലിക്വിഡിറ്റി ട്രേഡ്സ് കിട്ടും. പല ആൾക്കാർ ഇപ്പോൾ SL വെക്കാതെ ട്രേഡ് എടുത്തു കഴിഞ്ഞാലും വളരെ സിമ്പിളായിട്ട് നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ലെവലിലേക്ക് വരും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും മാർക്കറ്റിൽ ഇതെല്ലാവരും ഈ ഒരു ട്രേഡ്സുകൾ ആവർത്തിക്കുമ്പോൾ പറ്റുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് നേരെ ഓപ്പോസിറ്റ്. ഇപ്പോൾ ഈ ഒരു സ്ട്രക്ചർ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പ്രൈസ് ആദ്യം എന്താണ്, ഒരു ബുള്ളിഷിലേക്കാണ് പോയത്. വളരെ സ്ലോയിലാണ് പ്രൈസ് ബുള്ളിഷിലേക്ക് പോയതുകൊണ്ട് തന്നെ ബൈ എടുക്കുന്ന പല ആൾക്കാർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടി. ഇത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിയുമ്പോഴത്തേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് മനസ്സിലായി, ബൈ ആണ് ആൾക്കാർ കൂടുതലും ഹോൾഡ് ചെയ്യുന്നത്, അവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് ഉണ്ട്. പെട്ടെന്ന് പാറ്റേൺ ചേഞ്ച് ആവും. പെട്ടെന്ന് പാറ്റേൺ ചേഞ്ച് ആകുമ്പോഴത്തേക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഇവിടേക്ക് എത്തുമ്പോഴാണ് സാധാരണ ആളുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മളെപ്പോലെയൊക്കെ തന്നെ നല്ല പ്രൊഫഷണലായിട്ട് ഇത് ടെക്നിക്കൽ അനാലിസിസൊക്കെ അനാലിസ് ചെയ്ത് ട്രേഡ് എടുക്കുന്നവരായിരിക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞത് റേഞ്ച് ആകുമ്പോൾ മുകളിലേക്കും താഴേക്കും പോകും. നമ്മൾ എടുത്ത് പറഞ്ഞത് നമ്മൾ ഈ ഒരു മാർക്കറ്റ് വരുന്ന സമയത്ത് തന്നെ ഈ മാർക്കറ്റിലേക്ക് എന്തൊക്കെ സംഭവിക്കും നമ്മൾ നേരത്തെ പറയുന്നതെന്ന് വെച്ചാൽ അത് എക്സ്പീരിയൻസ് ആണ്, നമ്മൾ നല്ല രീതിയിൽ അനാലിസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ പ്രൈസ് വീണ്ടും താഴേക്ക് വരുമ്പോഴും അതേ റിയാക്ഷൻസൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ സെല്ലേഴ്സിനും മാർക്കറ്റിൽ പ്രോഫിറ്റ് കിട്ടുന്നത്. പക്ഷേ പെട്ടെന്ന് പ്രൈസ് മുകളിലേക്കും പെട്ടെന്ന് പ്രൈസ് താഴേക്കൊക്കെ പോകും. അത് നമ്മൾ വിചാരിക്കും നമുക്ക് ആ ലിക്വിഡിറ്റി എടുക്കുമ്പോൾ നല്ല ട്രേഡാണെന്നും പറഞ്ഞ് നമ്മൾ കയറുമ്പോൾ ആ ഒരു പാറ്റേൺ നമുക്ക് കാണിച്ച് അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ട്രാപ്പായിരിക്കും. പ്രൈസ് അതേപോലെ തന്നെ പ്രൈസ് ഇറങ്ങിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ മൺഡേ തന്നെ പ്രൈസ് നല്ല രീതിയിൽ ഇറങ്ങി, അതിനുശേഷം പ്രൈസ് കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അല്ലേ. ഏകദേശം ഈ ഒരു ബിൽഡപ്പ് താഴേക്ക് വരുമെന്ന് വിചാരിച്ച NFEയുടെ ദിവസം പോലും പ്രൈസ് താഴേക്ക് വന്നില്ല. പ്രൈസ് എന്ത് ചെയ്യുന്നത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ വീക്ക് പ്രൈസ് ഒന്ന് കയറിയെങ്കിൽ അതിന് മുമ്പത്തെ വീക്ക് പ്രൈസ് ഇറങ്ങി വന്നായിരുന്നു, അതിനുശേഷമാണ് കയറിയത്. ഇതൊക്കെ തന്നെ വീണ്ടും നെക്സ്റ്റ് വീക്ക് സംഭവിക്കും. ഇത് റെഗുലറായിട്ട് കയറിപ്പോകുന്നതൊന്നുമല്ല. പ്രൈസ് ബുള്ളിഷാണ് ഹയർ ടൈം ഫ്രെയിമിൽ, പക്ഷേ അതും പറഞ്ഞ് റെഗുലറായിട്ട് കയറുന്നതല്ല. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ പ്രൈസ് നേരത്തെ ഇവിടെ എടുത്തതുപോലെ തന്നെ ഇതും എടുക്കുക. ഇത് പെട്ടെന്ന് എടുത്തെങ്കിൽ ഇത് ചിലപ്പോൾ ടൈം എടുത്തെടുക്കുക. ഗോൾഡിനെ സംബന്ധിച്ചൊരു 90% നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് റിക്കവർ ചെയ്യുന്നതാണ്. പക്ഷേ ഇതെടുത്തിട്ടില്ല. ന്യൂസിൻ്റെ സമയത്ത് ഒരു മാനിപ്പുലേഷനായിട്ട് നിന്ന് അങ്ങനെ പ്രൈസ് ചിലപ്പോൾ ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആ സമയത്തൊന്നും പ്രൈസ് ഇറങ്ങി വന്നില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക്, അതായത് മൺഡേ ഓപ്പൺ ചെയ്യുമ്പോഴും ഇതേ സൈഡ് വേ ട്രെൻഡ് തന്നെ തുടരാനുള്ള സാധ്യതയാണ്. ഇപ്പോൾ വാറൊക്കെ ഏകദേശം ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് വരികയും ഒത്തുതീർപ്പ് നടപടിയിലേക്ക് മുന്നോട്ട് പോവുകയും അതിനൊക്കെ സൈൻ ചെയ്യാൻ, വെടിവെപ്പ് നിർത്തൽ സൈൻ ചെയ്യാനൊക്കെ കരാർ വന്നെന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഏകദേശം ഈ ഒരു ഏരിയ ബിൽഡപ്പായിട്ട് നിന്നത്. അതിന് അഗെയിൻസ്റ്റായിട്ട് എന്തെങ്കിലും ഒരു ന്യൂസ് വരികയാണെങ്കിൽ നേരെ താഴേക്ക് വീണ്ടും വരാം. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കറൻസിയും അതേപോലെ ഗോൾഡ് എല്ലാം ഒരേ മൂവ്മെൻറ്റ്സ് തന്നെ റൈഡ് ചെയ്യുന്നത്. അത് ഇതേപോലെയുള്ള ന്യൂസും കാര്യങ്ങളും വരുമ്പോഴാണ് കൂടുതലും അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആക്ച്വൽ ന്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഡോളറിന് നെഗറ്റീവ് വരുമ്പോൾ ഗോൾഡ് കയറും അല്ലേ. അപ്പോൾ ഡോളർ നെഗറ്റീവ് വരുമ്പോൾ മറ്റുള്ള കറൻസിയും കയറും. അപ്പോൾ മെയിനായിട്ട് അതും ആ ഒരു റേഞ്ചിലൊക്കെ തന്നെയാണ്, ആ ഒരു സിസ്റ്റത്തിലൂടെയൊക്കെ തന്നെയാണ് പ്രൈസ് പലപ്പോഴും പോകുന്നത്. അങ്ങനെ പ്രൈസ് ന്യൂസിൻ്റെ സമയത്ത് പോവുകയാണെങ്കിൽ പല ടെക്നിക്കൽ ആ ടൈമിൽ വർക്ക് ചെയ്യാതിരിക്കും. പക്ഷേ ആ ഒരു ന്യൂസ് സമയം കഴിഞ്ഞ് എന്ത് പോസിറ്റീവ് ആണെങ്കിലും ടെക്നിക്കൽ പരമായിട്ടായിരിക്കും പ്രൈസ് മൂവ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റുകളോ സെക്കൻഡുകളോ മാത്രം റൈഡ് ചെയ്യുന്നതാണ് ന്യൂസുകൾ. ബാക്കി 24 മണിക്കൂറിൽ 99% മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ടെക്നിക്കൽ അനാലിസിസ് വഴിയാണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് ആണ് പ്രൈസ് മൂവ് ചെയ്യുക. ഫണ്ടമെൻ്റൽ ശരിക്കും പറഞ്ഞാൽ 1% മാത്രമായിരിക്കും മാർക്കറ്റ് റൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുന്നത് ഞാൻ എപ്പോഴും അതുകൊണ്ടാണ് ടെക്നിക്കൽ പരമായിട്ട് മാത്രം ട്രേഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ന്യൂസിൻ്റെ സമയത്ത് പരമാവധി മാർക്കറ്റിൽ മാറിയുന്ന ന്യൂസിന് ശേഷം നല്ലൊരു POയിൽ വരികയാണ് അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു ട്രേഡ് എടുക്കാം. അപ്പോൾ ന്യൂസിനേക്കാളും ബെറ്റർ ട്രേഡ് അതായിരിക്കും. അപ്പോൾ നമുക്ക് 1 അവറിലേക്ക് വരാം. 1 അവറിലൊക്കെ നിങ്ങൾ നോക്കണമെങ്കിൽ 1 അവറിൻ്റെ സ്ട്രക്ചറിലൊക്കെ ഒരു ചേഞ്ച് ഓഫ് കെയറോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ട് സമയം ഒരുപാടായിട്ടുണ്ട് അല്ലേ. ഒരുപാട് സമയത്തിന് ശേഷമാണ് നമുക്ക് നാളുകൾക്ക് ശേഷമാണ് ഇതേവരെ തന്നിട്ടില്ല. അപ്പോൾ 1 അവറിൻ്റെ ഇൻറ്റേർണൽ തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ.
അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 ഹവറിൻ്റെ മെയിനായിട്ട് ഇൻറ്റേർണലൊക്കെ നോക്കുക. ഇൻറ്റേർണൽ ഐഡിയം എടുക്കുന്ന സമയത്ത് അതിൻ്റെ റിയാക്ഷൻസ് ഏതെങ്കിലും ഇൻറ്റേർണൽ ഓബിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് 50 മിനിറ്റ് തന്നെ എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ നോക്കിയാൽ നല്ലൊരു ബിൽഡപ്പാണ്. സാധാരണ ഗോൾഡൊക്കെ കയറുന്ന നോക്കിയാൽ ഈ ഒരു മൂവ്മെൻറ്റ്സ് ആണ് ഇറങ്ങുന്നത്. നോക്കിയാൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് തിരിച്ച് കയറാറുണ്ട്. പക്ഷേ ഇവിടെ നോക്കിയാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിയിട്ട് വളരെ ഫാസ്റ്റായിട്ട്, അതായത് സാധാരണ നമ്മൾ കൺസൾട്ടൻ്റ് മാർക്കറ്റിൽ കണ്ട ബുള്ളിഷോ ബിയർഷിനേക്കാളും ഭീകരമായിരുന്നു ഈ കയറ്റം. അതിൻ്റെ ഡബിൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ചിലപ്പോൾ ഒരു ഡബിളിലായിരിക്കും പ്രൈസ് ഇറങ്ങി വരുന്നത്. ഇറക്കത്തിൽ അതിനേക്കാളും ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, കയറ്റത്തിനേക്കാളും ഫാസ്റ്റ് ആയിരിക്കും ഇറങ്ങാനുള്ള സാധ്യത. അപ്പോൾ ഇതൊക്കെ ഒരേ ന്യൂസിൽ വന്ന് പ്രൈസ് വന്ന് മിറ്റിഗേഷൻ തന്ന് റിയാക്ഷൻ വന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു POയിൽ വന്നു, നമ്മൾ ട്രേഡ് എടുക്കുന്നു, അത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേപോലത്തെ ട്രേഡ്സുകൾ ന്യൂസ് സമയത്ത് വന്നല്ലോ എന്ന് വിചാരിച്ചൊന്നും പേടിക്കേണ്ട. ഇതേപോലത്തെ ട്രേഡ്സുകൾ ന്യൂസിന് ശേഷമായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. സേഫായിട്ട് നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ 1 ഹവറിൽ എനിക്ക് അതാ പറയാനുള്ളത്. നേരെ 50 മിനിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 50 മിനിറ്റിൻ്റെ POയുടെ അരികത്തുനിന്നാണ് പ്രൈസ് എന്ത് ചെയ്ത് മൂവ് ചെയ്ത് പോയത്. അതേപോലെ നമ്മൾ പ്രൈസ് ബിയറിഷ് ആണല്ലോ, നമുക്കൊരു ബുള്ളിഷ് POയിൽ വന്നു. 50 മിനിറ്റ് സ്ട്രക്ചറിൽ ചിലപ്പോൾ പ്രൈസ് ബിയറിഷ് ആയിരിക്കാം, ബുള്ളിഷ് ആയിരിക്കാം അങ്ങോട്ട്. പക്ഷേ അതിൻ്റെ സ്ട്രക്ചറിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു POയിൽ പ്രൈസ് വന്നെന്നും പറഞ്ഞ് ട്രേഡ് എടുക്കാതിരിക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഹൈ ടൈം ഫ്രെയിം നല്ല രീതിയിൽ പ്രൈസ് ബുള്ളിഷാണ്. ലോ ടൈം ഫ്രെയിം ബിയറിഷ് ആണെന്നും പറഞ്ഞിട്ട് ഒരു കാരണവശാലും എന്തെന്നാണ് ബിയറിഷിലേക്ക് മാത്രം എടുക്കുള്ളൂ എന്നുള്ള വാശിയൊന്നും പിടിക്കരുത്. ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്, രണ്ട് സൈഡിലേക്കും ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കണമെങ്കിൽ ഇവിടെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ട് ഈ ഒരു OB ഫെയിലായി നമ്മുടെ ഇവിടുത്തെ ഒരു വിക്ക് OBയിൽ നിന്നാണ് പ്രൈസ് കയറിപ്പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വിക്ക് OBയിൽ നിന്ന് പ്രൈസ് കയറുമ്പോഴത്തേക്ക് അത് നല്ലൊരു എൻട്രി ആണ്. എൻ്റെ ഡ്രോയിങ് വരുന്നില്ല, ചെറുതായിട്ട് സ്ലോ ആകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വിക്ക് OB ഉണ്ട്. ആദ്യം ഇവിടെ ഒരു OB ഉണ്ടായിരുന്നു, ആ OB ഫെയിലായി. അതിനുശേഷം ഇവിടുത്തെ ഒരു വിക്ക് OBയിൽ നിന്നാണ് പ്രൈസ് കയറിപ്പോയേക്കണം. അപ്പോൾ നമ്മൾ ആദ്യം വിക്ക് OBയിൽ വന്നു, ടച്ച് ചെയ്തു, അതിനുശേഷം വീണ്ടും ലിക്വിഡേറ്റ് ചെയ്തു, വീണ്ടും അതിനുശേഷം പ്രൈസ് വീണ്ടും കയറിപ്പോയി. അതായത് പ്രൈസ് നല്ലൊരു പെട്ടെന്നൊരു ബിയർഷിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ ആകാം. അതായത് നമുക്ക് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺസൾട്ടേഷൻ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയാണ്. മാർക്കറ്റിൽ പ്രൈസ് ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട്, അതായത് നമ്മളൊരു ബൈ സൈഡിലേക്കാണെങ്കിൽ മൂവ് ചെയ്യണമെങ്കിൽ മാർക്കറ്റിൽ പ്രൈസ് എന്ത് ചെയ്യണം, ഒരു ലിക്വിഡിറ്റി എടുക്കും. ചിലപ്പോൾ ആ ലിക്വിഡിറ്റിയിൽ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്ത് പോയാൽ ഒരു കൺഫർമേഷൻ തന്ന് സെക്കൻഡ് കൺഫർമേഷനിലേക്കായിരിക്കും പ്രൈസ് പോകുന്നത്. അപ്പോൾ സെക്കൻഡ് എൻട്രി സെറ്റപ്പിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ സ്റ്റോപ്പ് ലോസ് ഒക്കെ കൺട്രോൾ ചെയ്ത് ആ ഒരു മാർക്കറ്റ് എങ്ങനെ എടുക്കാമെന്നൊക്കെ വെച്ച് നോക്കി എടുക്കണമെങ്കിൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. ആദ്യം പ്രൈസ് ഒന്ന് റിയാക്ട് ചെയ്ത് വീണ്ടും അതിൻ്റെ ലോ ലിക്വിഡ്. പക്ഷേ ഈ OB ഇപ്പോഴും ആക്റ്റീവാണ്. അതിനുശേഷം പ്രൈസ് ഇവിടെ നിന്നാണ് കയറിപ്പോയത്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ഈ ഒരു OBയിൽ പ്രൈസ് വന്നില്ല, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സെല്ലെടുക്കാം. പക്ഷേ ഇത് ഡയറക്റ്റ് കയറി വരികയാണെങ്കിൽ ഇത് ഏറ്റവും ബെറ്റർ സെല്ലായിരുന്നാൽ ഈ സെല്ലിൻ്റെ റിയാക്ഷൻ ഏകദേശം ഇവിടം വരെയൊക്കെ പ്രൈസ് വന്നു, ഇതിനേക്കാളും താഴെ പ്രൈസ് വന്നാണ്. ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലിക്വിഡിറ്റി ഇനിയും ബിൽഡപ്പ് ഉണ്ട്. പ്രൈസ് കയറി വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്തതിന് ശേഷമായിരിക്കും പ്രൈസ് ഇറങ്ങി വരുന്നത്. ചിലപ്പോൾ ബോഡി ബ്രേക്ക് ചെയ്ത് കയറിയും പോകും. പലപ്പോഴും ചിലപ്പോൾ ബോഡി ബ്രേക്ക് വിക്ക് ബ്രേക്ക് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ 50 മിനിറ്റ് നല്ലൊരു IFC ക്യാൻഡിലേക്ക് ആണെങ്കിൽ നല്ലൊരു സെല്ല് തന്നെ എടുക്കുക. അതേപോലെ ബൈയിലേക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയും പരമാവധി യൂസ് ചെയ്യും. ഇപ്പോൾ ബൈയിലേക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണലൊക്കെ ആയിരിക്കും. ഇപ്പോൾ നോക്കിയാൽ ഇൻറ്റേർണൽ ഐഡിയം, ഇതൊരു ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. ഇൻറ്റേർണൽ ഐഡിയം ഉണ്ട്, ഇൻറ്റേർണൽ OB ഉണ്ട്. ആ OBയിൽ നല്ല പ്രൈസ് ഇപ്പോൾ റിയാക്ട് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇതേപോലെയുള്ള സെറ്റപ്പിൽ നിന്നൊക്കെ നോക്കിയെടുക്കണമെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലേക്കും ട്രേഡ് എടുക്കാവുന്നതാണ്. ഞാൻ ഒരു സൈഡിലേക്ക് ലോങ് ടൈം ട്രേഡ് എടുക്കാനായിട്ട് ഞാൻ ഗോൾഡിൽ പറയില്ല. രണ്ട് സൈഡിലേക്കും ട്രേഡ് എടുക്കുക. ലോവർ ടൈം ഫ്രെയിമിൽ പ്രൈസ് ബിയറിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും ബുള്ളിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ നേരത്തെയുള്ള പ്രീവിയസ് ആയിട്ടുള്ള OBകളിൽ പ്രൈസ് വന്ന് ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ധൈര്യമായിട്ട് ട്രേഡ് എടുക്കുക, നോക്കി നിൽക്കരുത്. എന്താണെന്ന് വെച്ചാൽ പ്രൈസ് റിയാക്ട് ചെയ്ത് പോകും. പ്രൈസ് ഒരു റേഞ്ച് മാർക്കറ്റിൽ തന്നെയാണ്. റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിൽ ശക്തമായിട്ടുള്ള ഏതെങ്കിലും ന്യൂസോ കാര്യങ്ങൾ വന്നോ, അല്ലെങ്കിൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ വന്നോ. നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വന്നില്ലെങ്കിൽ ഇനിയും പ്രൈസ് എന്ത് ചെയ്യുക, ഡിസ്കൗണ്ടിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം. ബ്രിട്ടീഷ് പൗണ്ട് ഏത് രീതിയിലാണ് മൂവ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഈ മാസം തുടങ്ങിയൊരു പ്രൈസ് ജസ്റ്റ് ഒന്ന് ബിയറിഷിലേക്ക് പോയിട്ട് വീണ്ടും കയറി വന്നിട്ടുണ്ട്. മന്തിൽ നമുക്കൊന്നും പറയാനില്ല. വീക്കിലാണെന്നുണ്ടെങ്കിലും പ്രൈസ് ജസ്റ്റ് ബുള്ളിഷിൽ തന്നെയാണ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട്. നമുക്ക് ഡേയിലേക്ക് പറയുകയാണെങ്കിൽ ഒരു 5 ദിവസം നോക്കണമെങ്കിൽ ഒരു റേഞ്ചിൽ തന്നെയാണ് പ്രൈസ്, വലിയ കാര്യമായിട്ട്. പക്ഷേ നമ്മളുടെ ഗോൾഡിൽ കിട്ടിയ അതേ മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഡേ സ്റ്റേ അതേപോലെ ഫ്രൈഡേ ഒക്കെ പ്രൈസ് ഒന്ന് കയറി വന്നിട്ടുണ്ട്.
പക്ഷേ പ്രൈസ് ആ ഹൈ ഒന്നും എടുക്കാതെ നിൽക്കാം. നമുക്ക് 4 അവറിലേക്ക് വരാം. 4 അവറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബ്രേക്ക് ഫ്രഷറൊക്കെ കിട്ടി. പക്ഷേ നമ്മുടെ OBയുടെ തൊട്ട് മുകളിൽ നിന്നാണ് പ്രൈസ് കയറിപ്പോയേക്കണത് അല്ലേ. ചില സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ നോക്കാം, പ്രൈസ് കയറി പുതിയ ബ്രേക്ക് ഫ്രഷറിന്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം OBയുടെ തൊട്ട് മുകളിൽ നിന്നാണ്. അപ്പോൾ അത് വീണ്ടും ഒരു വട്ടം കാണിച്ചത് വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 4 അവറിൻ്റെ സ്ട്രക്ചറിലല്ല പ്രൈസ് കയറുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നേരെ ഏത് സ്ട്രക്ചറാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 1 അവറിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും. 4 അവറിൻ്റെ OBയുടെ തൊട്ട് മുകളിൽ നിന്ന് 1 അവറിൻ്റെ OBയിൽ നിന്ന് പ്രൈസ് കയറി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, 1 അവറിൻ്റെ OB ഉണ്ടെന്നെങ്കിൽ അവിടെ നിന്ന് തന്നെ പോകും. തൊട്ട് മുമ്പ് 4 അവറിൻ്റെ OB വന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ 1 അവറിൻ്റെ OBയിൽ നിന്ന് കയറിപ്പോൾ അപ്പോൾ അത് നല്ലൊരു ട്രേഡ്, ഹൈപ്പർ ട്രേഡായിട്ട് മാർക്ക് ചെയ്ത് അങ്ങനത്തെ ട്രേഡുകൾ എടുക്കാവുന്നതാണ്. ഇനിയും പ്രൈസ് മുകളിലേക്ക് കയറിപ്പോവുകയാണെങ്കിൽ ഈ ഹൈ പ്രൈസ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഡേയിലാണെങ്കിലും പ്രൈസ് ബുള്ളിഷാണ്. ഈ ഹൈ പ്രൈസ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ബോഡി ബ്രേക്ക് ചെയ്ത് ഇതിൻ്റെ തൊട്ട് മുകളിലൊരു OB ഉണ്ട്. ആ OBയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാനുള്ള സാധ്യത നല്ല കൂടുതലാണ്. നല്ലൊരു പുൾ ബാക്ക് അവിടെ നിന്ന് വരും. അപ്പോൾ ഈ OB ബിഗ് ബ്രേക്കാണ് നടത്തണമെങ്കിൽ ലിക്വിഡിറ്റി ഗ്രാബ് നമുക്ക് സെല്ലെടുക്കാം. അതേപോലെ ബൈ കിട്ടണമെങ്കിൽ ബൈ എടുക്കുക. വീണ്ടും പ്രൈസ് കയറി വന്ന് ഈ OBയിൽ ടച്ച് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഈ OBയിൽ നിന്നോ, അല്ലെങ്കിൽ ആ സമയത്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ ഈ OB ഫെയിലായ ഈ OBയിൽ നിന്നും പ്രൈസ് ഇറങ്ങുക. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പുൾ ബാക്ക് ബിയറിഷിലേക്ക് കിട്ടാവുന്ന POEകളാണ്. അപ്പോൾ നമുക്ക് നേരെ EUR/USDയിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ EUR/USD ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കറൻസികളെല്ലാം ആ ഗോൾഡിൽ കിട്ടിയ മൂവ്മെൻറ്റ്സ് കറൻസികളെല്ലാത്തിലും തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മന്തിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോവാം. നമ്മൾ സെയിം ബ്രിട്ടീഷ് പൗണ്ടിൽ കണ്ടതുപോലെ തന്നെ ജസ്റ്റ് ഒരു ബുള്ളിഷിലേക്ക് ഒരു മൂവ് ചെയ്യുന്നു. വീക്കിലാണെന്നെങ്കിൽ പ്രീവിയസ് ഈ ഒരു ഇത് ഇൻസൈഡാണ്. ഇതൊരു ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നല്ല റിയാക്ഷൻ ഉണ്ടായാണ്. ഡേയുടെ OBയിൽ നിന്നാണ് പ്രൈസ് താഴേക്ക് മൂവ് ചെയ്യുന്നത്. പക്ഷേ പ്രൈസ് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ, ഇവിടെ ഒരു റേഞ്ചിൽ തന്നെ പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ട്. ഹൈയും ലോയൊക്കെ എടുക്കുമ്പോൾ പ്രൈസ് റിയാക്ട് രണ്ട് സൈഡിലേക്ക് അങ്ങനെ കാണുമ്പോഴത്തേക്ക് ആ റേഞ്ചിൽ വരുമ്പോഴത്തേക്ക് എടുക്കാം. പക്ഷേ പ്രൈസ് എങ്ങോട്ടാണോ ഹൈ ടൈം ഫ്രെയിം മൂവ് ചെയ്യുന്നത് അങ്ങോട്ട്, ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും നല്ല. കണ്ടോ, ഇപ്പോൾ ഡേയും 4 അവറൊക്കെ ബിയറിഷിലേക്കാണ്. പക്ഷേ ആ ഫണ്ടമെൻ്റലാണ് പ്രൈസിനെ എന്ത് ചെയ്യുന്നത്, ബുള്ളിഷിലേക്ക് അപ്പ് ചെയ്യിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും വീണ്ടും പ്രൈസിന് ഈ ഹൈ ഒക്കെ വേണമെങ്കിൽ ലിക്വിഡിറ്റി എടുത്തിട്ട് വീണ്ടും ഇറങ്ങാവുന്നതാണ്. ഞാൻ പറയണമെന്ന് വെച്ചാൽ കറൻസികളിൽ എനിക്ക് എപ്പോഴും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബുള്ളിഷിലും നല്ല ബിയറിഷിലും പോകുമ്പോഴാണെങ്കിലും നമ്മൾ ആ ഒരു സൈഡിലേക്ക് ട്രേഡ് എടുക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ അതിന് ഓപ്പോസിറ്റുള്ള ട്രേഡുകൾ നോക്കുക. ഒരു 30% ട്രേഡുകൾ ഓപ്പോസിറ്റ് നോക്കുക. പക്ഷേ പ്രൈസ് ഒരു കൺസൾട്ടേഷൻ ആണെങ്കിൽ 50-50 നോക്കുക. പക്ഷേ പ്രൈസ് നല്ല ബുള്ളിഷിലും നല്ല ബിയറിഷിലാണെങ്കിൽ നിങ്ങൾ 30% നോക്കുക. പക്ഷേ ഗോൾഡിൽ അങ്ങനെയല്ല, നല്ല ബുള്ളിഷിലോ നല്ല ബിയറിഷിലോ പോകുമ്പോൾ 100% എങ്ങോട്ടാണോ മൂവ് ചെയ്യണം അങ്ങോട്ട് മാത്രമേ. ഒരു റേഞ്ച് വരുമ്പോഴത്തേക്കും ആ സമയത്ത് ഞാൻ പറയാറുണ്ട്, ചിലപ്പോൾ ഒരു 30% ഓപ്പോസിറ്റ് പറയുന്നത്. കൂടുതലും പ്രൈസ് എങ്ങോട്ടാ മൂവ് ചെയ്യുന്നത് അങ്ങോട്ടായിരിക്കും. പക്ഷെ നല്ല റേഞ്ച് വരുമ്പോൾ മാത്രമേ 50% പറയുള്ളൂ. ഗോൾഡും കറൻസികളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് മറ്റുള്ളതിൽ കണ്ടതുപോലെ തന്നെയാണ് ഓസ്ട്രേലിയൻ ഡോളറിൽ ഒരു ബുള്ളിഷ്. പക്ഷേ ഓസ്ട്രേലിയൻ ഡോളർ കുറച്ച് മാസങ്ങളായിട്ട് നല്ല ബുള്ളിഷിലാണ് പോയിക്കൊണ്ടിരിക്കണേ അല്ലേ. ഇപ്പോൾ നല്ല രീതിയിൽ ഓസ്ട്രേലിയൻ ഡോളറിൻ്റെ മൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഡേയുടെ ആണെന്നുണ്ടെങ്കിലും വീക്കിൻ്റെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഹൈ ഒക്കെ പ്രൈസ് എടുത്ത് മുകളിലേക്ക് പോവുകയാണ്. അടുത്ത ഒരു OB ഈ ഒരു പൊസിഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഒരു നല്ലൊരു റിയാക്ഷൻ നമുക്ക് ചിലപ്പോൾ കിട്ടാവുന്നതാണ്. നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. പക്ഷേ വീണ്ടും പ്രൈസ് കയറി IDM എടുത്ത് ലിക്വിഡേറ്റ് ചെയ്തു. വീണ്ടും പ്രൈസ് ഇവിടെ ഒരു ബോഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് പ്രൈസ് ഈ ഒരു ഏരിയ വന്നിട്ട് പ്രൈസ് മുകളിലേക്ക് കയറുന്നില്ല, എന്നാലും പലപ്പോഴും അപ്പാകുന്നുണ്ട് അല്ലേ. ഇറങ്ങുന്നത് നോക്കിയാൽ വളരെ സ്ലോയിലാണ് ഇറങ്ങുന്നത്. പക്ഷെ പെട്ടെന്ന് ന്യൂസൊക്കെ വരുമ്പോഴത്തേക്കും കൂടുതലും ബുള്ളിഷിലേക്ക്, കൂടുതലും മറ്റുള്ള യൂറോയും ബ്രിട്ടീഷ് പൗണ്ടിനേക്കാളും കൂടുതൽ മൂവ് ചെയ്യുന്നത് ഓസ്ട്രേലിയൻ ഡോളറാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ സാധ്യത ബൈയിലേക്ക് തന്നെയാണ്. 70% ബൈയിലേക്കും ഒരു 30% സെല്ലിലേക്കും നോക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതേപോലെയുള്ള ഹൈ ഒക്കെ ലിക്വിഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ നമുക്ക് സെല്ല് നോക്കാം. അതേപോലെ തന്നെ ബൈ കിട്ടണമെങ്കിൽ ബൈ എടുക്കുക. നല്ല ബൈ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലോങ് ടൈം ഒക്കെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് വീക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.